ആഖിറത്തിന് വേണ്ടി ആര് പരിശ്രമിച്ചിട്ടുണ്ടോ, ആഖിറം ലക്ഷ്യമാക്കിയിട്ട് ഈ ദുനിയാവാകുന്ന ജീവിതത്തിൽ അല്ലാഹനെ മറക്കാതെ ഇബാദത്ത് ചെയ്തതായ ഏത് ചെറുപ്പക്കാരനുണ്ടോ, കച്ചവടക്കാരനുണ്ടോ, ആഖിറത്തിലെത്തുമ്പോ നസിദ് ലഹു ഫീ ഹർസിഹി, അവന് ദുനിയാവിലെ ബിസിനസ്സിൽ വർധനവും ആഖിറത്തിൽ അവന് പ്രതിഫലം കൂട്ടിക്കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. നസിദ് ലഹു ഫീ ഹർസിഹി, നമ്മൾ അമൽ ചെയ്തൊന്നും ആയിരിക്കില്ല ആഖിറത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്, അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിരിക്കും. അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മൾ നമസ്കരിച്ച 2 റക്അത്ത് നമസ്കാരത്തിൻ്റെ പ്രതിഫലം വർണ്ണമായിരിക്കും. കാരണം എന്താ, ആ നമസ്കരിക്കാൻ വേണ്ടി നീ സുബഹിക്ക് പള്ളിയിലേക്ക് പോയത് കൂരിരുട്ടുള്ള സമയത്താണ്. ഒരു വെളിച്ചം പോലുമില്ല, ഒരു പോസ്റ്റിൻ്റെ വെളിച്ചമില്ല, ഒരു വിളക്കില്ല, ഒരു ചിമ്മിണി വിളക്ക് പോലുമില്ല, ഒരു ടോർച്ച് പോലും നിൻ്റെ കയ്യിലില്ല. നീ എന്നിട്ടും കൂരിരുട്ടിന് വകഞ്ഞു മാറ്റിയിട്ട് പള്ളിയുടെ അകത്തലങ്ങളിലേക്ക് നീ നടന്ന് നീങ്ങി. പള്ളിയിലേക്ക് പോകാൻ നിൻ്റെ മനസ്സ് കൊതിച്ചു, അതിലേക്ക് വേണ്ടി നീ പരിശ്രമിച്ചു എങ്കിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു നസിദ് ലഹു ഫീ ഹർസിഹി, ആ 2 റക്അത്ത് നമസ്കാരത്തിന് നിനക്ക് പാരത്രിക ലോകത്ത് അള്ളാഹു നിനക്ക് നൽകുന്നത് വമ്പിച്ച പ്രതിഫലമായിരിക്കും. അള്ളാഹു കൂട്ടത്തിന് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പത്ത് മനുഷ്യന് നാശമായി വിനാശമായി വമ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയിൻ, നീ സമ്പാദിക്കുന്ന 1 രൂപയാണെങ്കിൽ പോലും ഹലാലല്ലാതെ നിൻ്റെ കൈവെള്ളയിലേക്ക് നീ കൊണ്ടുവരാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം അതാണ്. ഏറ്റവും വലിയ ധാർമ്മികത അതാണ്. മനുഷ്യൻ അവൻ്റെ കൈവെള്ളയിലേക്ക് ഒതുക്കുന്നതാകുന്ന, അവൻ്റെ വായിലൂടെ അവൻ്റെ ഉദരത്തിലൂടെ കടത്തിവിടുന്നതാകുന്ന ആഹാരപാനീയങ്ങൾ, അന്നപാനീയങ്ങൾ, അത് ഹലാലാണോ എന്നൊരു വിചിന്തനം ഈ സദസ്സിൽ നടത്തട്ടെ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ വിയർക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ നാളെ മഹ്ശറയെക്കുറിച്ച് ഓർക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവൻ്റെ ശരീരം അപകടത്തിലെത്തിപ്പെടുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് അവനുണ്ടായിത്തീരുന്നത്. വലിയ അപകടമാണ് മനുഷ്യൻ ചെന്നെത്തിപ്പെടുന്നത്. ഞാനതാണ് പറയുന്നത്, പഴയ കാലഘട്ടങ്ങളിൽ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉസ്താദുമാരോട്, നാട്ടിലുള്ള സാത്വികരാകുന്ന ഉലമാക്കളോട്, പണ്ഡിതന്മാരോട് പോയി ചോദിക്കുമായിരുന്നു. ദക്ഷിണ കേരളയുടെ കരുത്തനാകുന്ന മൂസ ഉസ്താദിനടുക്കൽ, ചലക്കുള ഉസ്താദിനടുക്കലൊക്കെ പോയിട്ട് ആ ഉലമാക്കളുടെ ആശീർവാദം വാങ്ങിയിട്ട് അവരോടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഇല്ലെങ്കിൽ നാട്ടിലെ ഉലമാക്കളടുക്കൽ പറയും, ഞാൻ ഇന്ന കച്ചവടം തുടങ്ങാൻ, സദാ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ ദുആ ഇരക്കണം, ആ കച്ചവടം എങ്ങനെയുണ്ട് എന്നൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഉപ്പമാർ അതുപോലെ തന്നെ സഹോദരങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അവർ കച്ചവടം ചെയ്തിരുന്ന കച്ചവടം ഹലാലായിരുന്നു, നല്ല ബിസിനസ്സായിരുന്നു. ആ ബിസിനസ്സിൽ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. അവരൊരു കച്ചവടത്തിലൊരു ബറക്കത്തുണ്ടായിരുന്നു, ഒരു ഐശ്വര്യമുണ്ടായിരുന്നു. അതിലൂടെ കഴിക്കുന്ന ആഹാരത്തിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരുന്നു, തൻ്റെ ശരീരത്തിൽ പിടിച്ചിരുന്നു. പക്ഷേ ഇന്ന് 65 കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ക്യാൻസർ പിടിക്കാൻ, 2 ദിവസം കഴിയുമ്പോൾ സുഖമില്ലാത്ത അവസ്ഥയാണ്. എന്താ കാരണം? ഈ 65ഉം ഈ 95ഉം ഒക്കെ കഴിക്കാൻ അവൻ്റെ കൈവെള്ളയിലേക്ക് വന്ന പണം ഹലാലോ ഹറാമോ അറിയുന്നില്ല. എവിടെ നിന്നാണ് കച്ചവടം ചെയ്തത്? ഏത് ബിസിനസ്സാണ് ഇവൻ തുടങ്ങിയത്? ആരോട് ചോദിച്ചിട്ടാണ് തുടങ്ങുന്നത്? ഒന്നുമില്ലല്ലോ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചോദ്യമില്ല. ഇന്നിപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടും കാര്യമില്ല. എല്ലാം കഴിഞ്ഞ് കച്ചവടം താറുമാറാകുമ്പോൾ പള്ളിയിലേക്ക് ഓടി വരികയാണ്. അപ്പോൾ ഓടി വന്ന ഉസ്താദിനോട് ഒരു ഉസ്താദെ കച്ചവടം തകർന്നു, എന്തെങ്കിലും ഒരു നൂല് മന്ത്രിച്ച് തരണം, ചരട് മന്ത്രിച്ച് തരണം, അരയെ കെട്ടിക്കൊണ്ട് നടക്കാനാ. അപ്പോഴാണ് ഇവൻ പള്ളി ഓർക്കുന്നത്. അപ്പോഴാണ് അവൻ കോഴിമുട്ടയൊക്കെ ദർഗകളിലേക്ക് നേർച്ച തരുന്നത്. അതുവരെ അവൻ പള്ളിയുമില്ല, ഒരു ഔലിയാക്കളുമില്ല, ഒരു മഹത്തുക്കളെ സ്നേഹിക്കാനുമില്ല, ഒരു പള്ളിയുമില്ല, ഒരു ഇബാദത്തുമില്ല, നമസ്കാരമില്ല. എങ്ങനെ അവൻ സമ്പത്തിൻ്റെ പിറകോടുകയാണ്. അവനെന്തെങ്കിലും വിപത്ത് വരുമ്പോൾ, ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ അസുഖങ്ങൾ വരുമ്പോൾ, ക്യാൻസർ എന്ന് പറയുന്ന മാരക വിപത്തുമായിട്ട് അവനോ അവൻ്റെ പ്രിയപ്പെട്ട മക്കളോ അടിമപ്പെടുമ്പോൾ മാത്രമാണ് അള്ളാഹുവിനെ നമിക്കുന്നത് എന്നുള്ളത് ഇന്ന് കാണുന്ന യാഥാർത്ഥ്യമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലയോ സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, തൻ്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തിന്ന് കൊഴുത്തതാകുന്ന ശരീരമുണ്ടോ? ഹറാമ് തിന്നതാകുന്ന ശരീരങ്ങൾ ഏതൊക്കെയുണ്ടോ? തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്ക് ഹറാമിലൂടെ വിരുന്നോട്ടുന്നതായ മാതാപിതാക്കളുണ്ടോ? തൻ്റെ പ്രിയപ്പെട്ട മക്കൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വാപ്പായെന്ന് ഓടി വിളിച്ചുകൊണ്ട് കടന്നു വരുന്ന പിഞ്ചോമന മക്കള് അറിവില്ലാത്തവരല്ലയോ സഹോദരങ്ങളെ? ആ പ്രിയപ്പെട്ട മക്കളുടെ വായിലേക്ക് കൊടുക്കുന്നതായ 1 രൂപയുടെ മിഠായി ആണെങ്കിലും അത് ഹലാലല്ലാതെ നീ നൽകരുതേ, ഹലാലല്ലാത്തത് നീ കൊടുക്കരുതേ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഉണ്ടായ ശരീരമാണോ? ഹറാമ് തിന്നു കൊഴുത്തതാകുന്ന ശരീരമാണോ? നരകം ഏറ്റവും ബന്ധപ്പെട്ടതാണ്. നരകമാണ് ആ ശരീരവുമായി ബന്ധപ്പെട്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ മുന്നിലിരിക്കുന്ന യുവാക്കളോട് കുമ്മനം ഉസ്താദിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരേ ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ. ഹലാലല്ലാത്തത് ഭുജിക്കരുതേ, ഹലാലല്ലാത്തത് കഴിക്കരുതേ, ഹലാലല്ലാത്തത് സമ്പാദിക്കരുതേ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ് ഈ ലോകത്ത് സമ്പത്തിൻ്റെ പിറകെ ഓടുന്ന ഓരോ ചെറുപ്പക്കാരനും ഓരോ സഹോദരങ്ങളും ഓരോ യുവതീവാക്കളും അറിഞ്ഞു വെക്കേണ്ട അധ്യാപനമാ. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലയോ? ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തിയല്ലയോ? ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. സഹാബത്തെ സഹാബത്തെ, എല്ലാ സമുദായത്തിനും നാശമുണ്ട്, എല്ലാ സമുദായത്തിനും നശീകരണമുണ്ട്. വകുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട്, എല്ലാ സമുദായവും നശിക്കാൻ ഓരോ കാരണമുണ്ട്. വഫിത്നതു ഉമ്മതി അൽമാൽ. എൻ്റെ സമുദായത്തിൻ്റെ നാശം അത് സമ്പത്ത് അധികരിച്ചിട്ടാണ്. സമ്പത്ത് അധികരിക്കല. സമ്പത്ത് കുമിഞ്ഞു കൂടുമ്പോഴാണ് മനുഷ്യൻ റബ്ബിനെ മറക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്ത് അധികരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കാതിരിക്കരുത് ചെറുപ്പക്കാരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയണേ, 72 ഒട്ടക വ്യൂഹങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയായ ഖാറൂൻ എന്ന് പറയുന്നതായ വ്യക്തിയുണ്ടല്ലോ, അള്ളാഹുവിനെ മറന്നപ്പോ, ആ റബ്ബിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യാൻ മടിച്ചപ്പോ, ആ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവ്, ജഗന്നിയന്താവ്, പരിപാലകൻ, സർവേശ്വരൻ, സർവാധിപതി അള്ളാഹുവാണെന്ന് പറയാൻ അവന്റെ മനസ്സ് മടിച്ചപ്പോ, അതിനവൻ മാറി നിന്നപ്പോ, ഈ ലോകത്തവന്റെ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാര്, നാട്ടിലുണ്ടതാകുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ സുന്ദരന്മാരാകുന്ന യുവാക്കളുടെ കയ്യിലേക്ക്, ചുള്ളന്മാരാകുന്ന ചക്കന്മാരുടെ കയ്യിലേക്ക് ലക്ഷക്കണക്കിന് ദീനാറുകൾ കൊടുത്തിട്ട് ഇഷ്ടമുള്ള സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞപ്പോ, സമ്പത്ത് കൂടുമ്പോഴാണ് നിശാമിനെ പോലെ ഏതെങ്കിലും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ ചിന്തിക്കപ്പെടുന്നത്. ജനങ്ങളെ ഇടിച്ചിട്ട് ആ ഇടി കൊള്ളുന്നവന് സമ്പത്ത് കൊടുക്കുവാൻ മനുഷ്യന് ആഗ്രഹം ജനിക്കുന്നത് സമ്പത്ത് കൂടുമ്പോഴാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ നാശം സമ്പത്ത് അധികരിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്തിന് വേണ്ടിയല്ലോ മനുഷ്യൻ ഇന്ന് നെട്ടോട്ടമോടുന്നത്.
കേട്ടില്ലയോ നിങ്ങൾ? UP-യിൽ ഉത്തർപ്രദേശിൽ ഒരു ചെറുപ്പക്കാരൻ ചൂത് കളിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? 50,000-ത്തിൻ്റെയും 2 ലക്ഷത്തിൻ്റെയും ഒക്കെ കാറുകൾ, കേവലം 2 ലക്ഷത്തിൻ്റെയും 50,000-ത്തിൻ്റെയും ഒക്കെ മാരുതി 800 സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ വേണ്ടി അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റുള്ളവർക്ക് ചൂത് കളിച്ചിട്ട് വിൽക്കുന്നതായ രംഗങ്ങൾ ഇന്ത്യ കണ്ടില്ലയോ? അല്ല, ഈ കൊച്ചു കേരളം സാക്ഷ്യം വഹിച്ചില്ലയോ? പശുപാലൻ എന്ന ചെറുപ്പക്കാരൻ, സുന്ദരനാകുന്ന യുവകോമളൻ, ആരോഗ്യ ദൃഢഗാത്രനാകുന്ന ചെറുപ്പക്കാരൻ, അവൻ്റെ ആരോഗ്യം കൊണ്ട് വിറക് വെട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതിലൂടെ ഒരു ദിവസം 700 രൂപ അധ്വാനിച്ച് കൊണ്ടാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന രശ്മി അവൻ പണയം വെച്ചില്ലയോ? 50,000 രൂപയ്ക്ക് കൊണ്ടുപോയിട്ട് സ്വന്തം ഭാര്യ ഇല്ലാതാക്കിയില്ലയോ? 80,000 രൂപ ചോദിച്ചിട്ട് അത് കൊടുക്കാൻ തയ്യാറാവാതെ 50,000-ത്തിനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വരവേൽക്കാൻ നിന്നതാകുന്ന യുവാക്കളുടെ മുന്നിൽ സ്വന്തം ഭാര്യയെ, അവരുടെ ശരീരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായ യുവാക്കൾ ഈ കൊച്ചു കേരളത്തിലില്ലയോ? നമ്മളറിയാത്തതാകുന്ന എത്ര കുടുംബങ്ങളാണ്, എത്ര സഹോദരങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സമ്പത്ത് അധികരിക്കുമ്പോ മനുഷ്യർ റബ്ബിനെ മറക്കുകയാണ്. എല്ലാ നാശത്തിനും കാരണം, എൻ്റെ സമുദായത്തിൻ്റെ നാശത്തിന് കാരണം അത് സമ്പത്ത് അധികരിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് അധികരിക്കലാണ്. സ്വന്തം ഭാര്യയെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവന് മുന്നിൽ പണയം വെക്കാൻ പോലും ഈ കാലഘട്ടത്തിലെ യുവാക്കൾ ഒരു മടിയുമില്ല എന്നുള്ളത് വാസ്തവമല്ലേ? നാളെ അവനറിയുന്നില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, അദ്ദുന്യ കുല്ലുഹാ മതാ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്വാലിഹ. അദ്ദുന്യ കുല്ലുഹാ മതാ, ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും ആസ്വാദ്യ വസ്തുക്കളാണ്. എല്ലാ വസ്തുക്കളും മനുഷ്യന് വേണ്ടി പടയ്ക്കപ്പെട്ടതാണ്. ഖലഖലകും മാ ഫിൽ അർദി ജമിഅ, ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും മനുഷ്യന് അല്ലാഹു ഹലാലാക്കി നൽകിയിരിക്കുന്നു. മനുഷ്യന് വേണ്ടി അല്ലാഹു പടച്ചിരിക്കുകയാണ്. എന്നിരിക്കെ മനുഷ്യനറിയുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പടച്ചതാകുന്ന വസ്തുവിൽ നിന്ന് അവൻ മലീമസമാകുന്ന ജീവിതം നയിച്ചു മുന്നേറുകയാണ്. റബ്ബിനെ മറക്കുകയാണ്. അദ്ദുന്യ കുല്ലുഹാ മതാ, ഈ ദുന്യാവിലുള്ള സകല വസ്തുക്കളും ആസ്വാദ്യ വസ്തുക്കളാണ്. വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്വാലിഹ. പഠിച്ചു വെക്കണം. നമ്മൾ യുവാക്കൾ പഠിച്ചു വെക്കേണ്ടതാണ്, യുവതികൾ അറിഞ്ഞു വെക്കേണ്ട വസ്തുതയാണ്. വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്വാലിഹ. സാലിഹായ സൽവൃത്തയായ ഒരു ഭാര്യ ഏതൊരു ചെറുപ്പക്കാരനുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ആസ്വാദ്യ വസ്തുവിൻ്റെ അടുക്കലുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി മറ്റൊരുത്തന് പങ്കുവച്ചിട്ട് അതിലൂടെ കിട്ടുന്ന 50,000 രൂപ കൊണ്ടുവന്നിട്ട് തൻ്റെ ജീവിതം ആഡംബര തുന്തലമാക്കണമെന്ന് ആഗ്രഹം ജനിക്കുന്നതാകുന്ന യുവാക്കളുണ്ടെങ്കിൽ, പശുപാലനെ പോലെയുള്ള സഹോദരനുണ്ടെങ്കിൽ പഠിച്ചു വെക്കട്ടെ. ഏറ്റവും വലിയ സമ്പത്ത് നീ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയാണ് നീ ഒരുമിച്ച് കൂട്ടുന്ന BMW-യേക്കാളും മെഴ്സിഡസ് ബെൻസിനേക്കാളും, നീ ഒരുമിച്ച് കൂട്ടുന്ന അമ്പരചുംബികളായ മണിമേടകൾക്കാളും, കാക്കനാട് ദോശത്ത് ചോയ്സില് നീ സുന്ദരമാകുന്ന ഒരു ഫ്ലാറ്റ് വാങ്ങി സുഖമായിട്ട് നിന്റെ ജീവിതം നയിക്കുന്നതിനേക്കാൾ നിനക്കേറ്റവും അഭികാമ്യം നിന്റെ പ്രിയപ്പെട്ട ഭാര്യകളുള്ള ആസ്വാദ്യത കണ്ടെത്തലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ചെറുപ്പക്കാരറിഞ്ഞെങ്കിൽ ഒരിക്കൽ ആരും തന്നെ അവൻ്റെ സമ്പത്ത് കൊണ്ട് വ്യഭിചാരശാലകളിലേക്ക് അവൻ നടന്നു നീങ്ങൂല. ഒരിക്കലും തന്നെ അവൻ ഇവിടെ നിന്ന് യാത്ര തിരിച്ച് ഡൽഹിയിലെ റെഡ് സ്ട്രീറ്റിൽ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കൂല. അവൻ്റെ ശരീരം മറ്റുള്ളവരുമായി ഇഴുകിച്ചേർക്കണമെന്നുള്ള ആശയം അവൻ്റെ മനസ്സിലൊരിക്കലും തന്നെ ഉദിക്കൂല. സമ്പത്ത് കൂടുമ്പോഴാണ് മനുഷ്യൻ റബ്ബിനെ മറക്കുക. എത്ര ശരിയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ വാക്ക് എന്നെന്നും നിലനിൽക്കട്ടെ, എന്നെന്നും നിലനിൽക്കും. എന്നെന്നും ജനങ്ങളുടെ മനസ്സിൽ അകത്തലങ്ങളിൽ ഈമാനിൻ്റെ പ്രഭ ചൊരിയാൻ കാരണമാകും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്.
ചിന്തിച്ചു നോക്ക്. പ്രവാചകൻ പറഞ്ഞു സമുദായത്തിന് മുഴുവൻ നാശമുണ്ട്, എല്ലാ സമുദായവും നശിക്കാൻ കാരണമുണ്ട്. എൻ്റെ സമുദായത്തിൻ്റെ നാശം സമ്പത്ത് അധികരിക്കലാണ്. എൻ്റെ സമുദായത്തിൻ്റെ നാശം സമ്പത്ത് അധികരിക്കലാണ്. എത്ര ഗൗരവമുള്ള വാക്കാണ്, എത്ര ഗൗരവമുള്ള വാക്കാണ്. സമ്പത്ത് കുമിഞ്ഞു കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് ഈ സമ്പത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന്. സമ്പത്ത് കൂടുമ്പോൾ അത് ഹലാലായ സമ്പത്താകാൻ ശ്രദ്ധിക്കണം. അതിനേക്കാൾ ഉപരി ഹലാൽ ഊടെ നീ ഒരുമിച്ച് കൂട്ടിയതാണെങ്കിൽ പോലും അള്ളാന്റെ കോടതിയിലെത്തുമ്പോൾ നീ വിറങ്ങലിക്കേണ്ടി വരും. നീ പേടിക്കും, നീ വിറയ്ക്കും, നീ വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. സമ്പത്ത് ഹലാലിലൂടെ ഒരുമിച്ച് കൂട്ടണം, അതൊരു വസ്തുത. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്താനുണ്ട്. അങ്ങനെ ഹലാലിലൂടെ ഒരുമിച്ച് കൂട്ടിയാൽ തന്നെ ആ ഹലാല് തന്നെ അധികരിക്കാനും പാടില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഓവറാകാൻ പാടില്ല. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. നമ്മളൊരു വാത് കഴിഞ്ഞു പോകുമ്പോൾ അറിവ് നുകരണം. അതാണ് ഏറ്റവും വലുത്. അറിവുണ്ടാവണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ശറയിലേക്ക് മനുഷ്യനെ മുഴുവനും കൊണ്ടുവന്ന് നിർത്തപ്പെടും. ഇതൊക്കെ പഠിച്ചു വെക്കണേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. قال رسول الله صلى الله عليه وسلم يدخل فقراء المسلمين قبل الأغنياء بنصف يوم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തിയില്ലയോ, പഠിപ്പിച്ചില്ലയോ? ചെറുപ്പക്കാരെ പഠിക്കണേ, യുവാക്കളെ പഠിക്കണേ. യദ്ഖുലു ഫഖറാ المسلمين قبل الأغنياء بنصف يوم. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുമ്പോ പാവപ്പെട്ട ആളുകൾ വിചാരണ കഴിഞ്ഞ് അര ദിവസം കഴിഞ്ഞിട്ടേ പണക്കാരായ ആളുകളുടെ വിചാരണ തുടങ്ങൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ട ആളുകൾ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തി, എന്നിട്ട് അര ദിവസം കഴിഞ്ഞിട്ടേ പണക്കാരാണ് ആളുകളുടെ വിചാരണ തന്നെ തുടങ്ങുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ വലിയൊരു വിഷയമാണ് ഈ പറയുന്നത്. അതുകൊണ്ടല്ലേ പ്രവാചകൻ എപ്പോഴും ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അഹീനി മിസ്കീനാ വമിത്നി مسكينا واحشرني في زمرة المساكين. അല്ലാഹുവേ, പാവപ്പെട്ടവനായി എന്നെ നീ ജീവിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവനായിട്ട് തന്നെ എന്നെ നീ മരിപ്പിക്കണേ അല്ലാ. പാവപ്പെട്ടവനായിട്ട് തന്നെ എന്നെ നീ ഉയർത്തണേ അല്ലാ. പാവപ്പെട്ടവരുടെ ഇടയിൽ എന്നെ നീ വിചാരണയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പാവപ്പെട്ടവരുടെ കൂടെ എന്നെ നീ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിർത്തണേ അല്ലാ. നബിയുടെ പ്രാർത്ഥന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും നമ്മളിന്ന് ദുആ ചെയ്യുന്നില്ല. നമുക്കിന്നത് സഹസി ഒരു ഉസ്താദിനെ വിളിച്ചാൽ തന്നെ മോഡേൺ ദുആ വേണം, അല്ലേ? അല്ലാഹു മഗ്ഫിർ ലഹു വർഹമു എന്നൊക്കെ പറഞ്ഞ് ഉസ്താദ് ഖബറിങ്ക ദുആ എന്ന് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയാമെന്നില്ലേ? മോഡേൺ ദുആ ഉസ്താദ് ദുആരൊക്കെ ആണെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കായിരുന്നു, ഇല്ലെങ്കിൽ അത് നോക്കായിരുന്നു, ഇല്ലെങ്കിൽ ആ മുസ്ലിയാർക്ക് വിലയില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ. പക്ഷേ ഏറ്റവും വലിയ പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇതിനേക്കാൾ വലിയ സുന്ദരമായ പ്രാർത്ഥനയുണ്ടോ? ഇന്ന് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാകുന്ന സുന്ദരമാകുന്ന പ്രാർത്ഥനകൾ, അതിലൊന്നും മനുഷ്യന് ചിന്തയില്ല. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനകൾ ഖുർആൻ പറയുന്നു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. സ്വാലിഹായ മക്കളെ തരണേ, നരകത്തെ തൊട്ട് ഞങ്ങളെ നീ തിരിച്ചു കളണേ, ഞങ്ങൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗം നീ നൽകണേ. ഈ പ്രാർത്ഥനയൊന്നും ഇന്ന് മുഅ്മിനിന്റെ ചുണ്ടിലില്ല, അധരത്തിലില്ല, അവന്റെ നാമിലില്ല. ഇതൊക്കെ ഇന്ന് മനുഷ്യൻ മറന്നു പോയിരിക്കുകയാണ്. മനുഷ്യൻ അതൊന്നും ചിന്തയില്ല, അതൊന്നും അല്ല പ്രാർത്ഥന.
ദിക്റുകൾ ചോദിക്കുന്ന പല ആളുകളും ഉസ്താദുമാരുടെ അടുക്കൽ വന്നിട്ട് എനിക്കൊരു 100 ദിക്ർ തരണം. അപ്പോൾ ഉസ്താദ് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. അപ്പോൾ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ എല്ലാ ദിവസവും 3000 വെച്ച് ചെല്ലുന്നുണ്ട്. എന്നാൽ ഉസ്താദ് പറയും നീ ഒരു പണിയേ ഒരു 100 സ്വലാത്ത് ചെല്ല്. അപ്പോൾ പറയാ സ്വലാത്ത് 100 എണ്ണോ? ഞാൻ 1300 വെച്ച് ഡെയിലി ചെല്ലുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ ഉസ്താദ്, 1300 വെച്ചാണ് ഡെയിലി ചെല്ലുന്നത്. ആയിക്കോട്ടെ, എന്നാൽ പിന്നെ നീ ഒരു 100 ലാഹൗല ചെല്ല്. 100 എണ്ണോ? ഞാൻ എല്ലാ ദിവസവും 613 വെച്ചിട്ടാണ് ലാഹൗല ചെല്ലുന്നത്. എല്ലാ ദിവസവും ചെല്ലലുണ്ട്. ഇങ്ങനെ ഹുങ്ക് പറയുന്ന കിബർ പറയുന്ന ആളുകളല്ലാതെ കൊടുക്കുന്ന ദിക്റുകൾ മാന്യമായിട്ട് ഒരു ഇജാസത്തിൻ പ്രകാരം അനുബന്ധപ്രകാരം ഉലമാക്കളുടെ അടുക്കൽ നിന്ന് ചെല്ലുന്ന ഒരു 100 തികച്ചു ചെല്ലുന്ന എത്ര ആളുകളുണ്ട്? ഒരുത്തനും ഇല്ല. ഇങ്ങനെ ഹുങ്ക് പറയുക, വെറുതെ പറയാൻ. ഇവൻ ജീവിതത്തിൽ ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ചെല്ലുന്നില്ല. ചെല്ലാൻ പറയുമ്പോൾ ചെല്ലാമെന്ന് ചോദിക്കുകയും ചെയ്യും. ചെല്ലാൻ പറയുമ്പോൾ പറയുന്ന ഡയലോഗാ ഞാനത് 6000 ചെല്ലുന്നുണ്ട്, ഇത് 30,000 ചെല്ലുന്നുണ്ട്. പിന്നെ നീ തന്നെ സ്വർഗത്തിൽ. പിന്നെ വെറുതെ മനുഷ്യനിങ്ങനെ ഓരോ സ്വഭാവം. ഇവനിതൊന്നും പോരാ, പിന്നൊന്നും അർത്ഥമൊന്നും അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ദിക്ർ ഇവന് കിട്ടണം. ഇല്ലെങ്കിൽ ഇവനെ പിടിച്ചാൽ കിട്ടാത്ത എന്തെങ്കിലും ഒരു വാക്ക് കിട്ടണം. ഇത് കിട്ടിയെങ്കിൽ മാത്രമേ അവൻ പോവുള്ളൂ. ഇവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ്റൂല, അവന് സലാത്ത് പറ്റൂല, ഇതൊന്നും പറ്റൂല. ഇങ്ങനത്തെ മനുഷ്യരായി, ഇങ്ങനത്തെ സഹോദരിയായി നമ്മൾ മാറാൻ പാടില്ല. ഇങ്ങനത്തെ ആളുകളുണ്ട് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന നമസ്കാരം, ഇബാദത്ത്, ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത്, ഈ സുന്ദരമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസാ നബി പോലും അള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, പടച്ച റബ്ബേ എനിക്ക് മാത്രമായിട്ടൊരു ദിക്ർ പഠിപ്പിച്ചു തരിൻ. അള്ളാഹു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിൻ. മൂസാ നബി പറഞ്ഞു പടച്ച റബ്ബേ ഇതെല്ലാവർക്കും ഉള്ള ദിക്റല്ലേ, എനിക്ക് മാത്രം ശ്രേഷ്ഠമായി സ്വന്തമായിട്ട് അമൽ ചെയ്യാൻ. അള്ളാഹു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനപ്പുറം ഒരു ദിക്റില്ല, സുന്ദരമായ ദിക്റാണ്. ഇന്നത്തെ ദിവസം അത് പരിപൂർണമായി ഒരു 10 വട്ടം ചൊല്ലിയ മുഅ്മിനീങ്ങൾ നമ്മളിലുണ്ടോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. തൗഹീദിൻ്റെ മന്ത്രം, തൗഹീദിൻ്റെ മന്ത്രോച്ചാരണം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാതൽ, അള്ളാഹു അല്ലാത്ത മറ്റൊരു വസ്തുവിനെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള സുന്ദരമാകുന്ന ഈ ആശയം നമ്മുടെ നാവിലൂടെ, നമ്മുടെ ഹൃദയത്തിലൂടെ, നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അതെപ്പോഴും മനുഷ്യൻ ചെല്ലട്ടെ. ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ എല്ലാം തന്നെ റബ്ബിനെ ഓർക്കാനും അവനെ സ്മരിക്കാനുമുള്ളതാവണം, അവനെ സ്മരിക്കുന്നതിനാകണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്. സമ്പത്ത് കൂടുമ്പോൾ മനുഷ്യൻ റബ്ബിനെ മറക്കുന്നു, അള്ളാഹുവിനെ ഓർക്കാതെ മോശപ്പെട്ട പ്രവണതകളിലേക്ക്, മോശപ്പെട്ട ചിന്തയിലേക്ക് അവൻ പോകുന്നു. എന്നാൽ അവൻ അറിഞ്ഞു വെക്കുന്ന ഈ സമ്പത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് പണക്കാരായ ആളുകളെ തടഞ്ഞു വെക്കപ്പെടും. പാവപ്പെട്ടവരുടെ വിചാരണ കഴിഞ്ഞ് അവർ സ്വർഗത്തിലെത്തി 1/2 ദിവസം കഴിഞ്ഞിട്ടേ ഈ പണക്കാർക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പോലും നൽകൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. قال رسول الله صلى الله عليه وسلم يدخل فقراء المسلمين قبل الأغنياء بنصف يوم. പാവപ്പെട്ട ആളുകൾ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തിയിട്ട് 1/2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പണക്കാരായ ആളുകൾ വിചാരണ തുടങ്ങപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1/2 ദിവസം എന്ന് പറയുമ്പോൾ ദുന്യാവിൽ 1/2 ദിവസമല്ല. وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. ആഖിറത്തിലെ ഒരു ദിവസമെന്ന് പറയുന്നത് ദുനിയാവിലെ 1000 സംവത്സരമാണ്, 1000 വർഷമാണെന്ന് പരിശുദ്ധ ഖുർആൻ. 1000 വർഷം പരിശുദ്ധമായ ഖുർആൻ. 2 ആയത്തുണ്ട്, 2 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഒരു സ്ഥലത്ത് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് ആഖിറത്തിലെ ഒരു ദിവസം, ദുനിയാവിലെ 1000 വർഷം. അതാണ് ഞാൻ ഇപ്പോൾ ഓതിയ ആയത്ത്. ആ ആയത്തിൻ്റെ അർത്ഥത്തിനനുസരിച്ച് എത്ര വർഷമാവും? 1000ൻ്റെ നേരെ പകുതി 500 വർഷം. 500 വർഷം മനുഷ്യൻ കാത്തു നിൽക്കേണ്ടി വരും. അഥവാ ദുനിയാവിലെ 500 വർഷം മനുഷ്യൻ കാത്തു നിൽക്കേണ്ടി വരും വിചാരണയ്ക്ക് വേണ്ടി. അള്ളാഹിൻ്റെ കോടതിയിൽ പണമുള്ള ആളുകൾ, പാവപ്പെട്ടവർ സ്വർഗത്തിലെത്തിയിട്ട്. ഇവിടെ ശ്രദ്ധിക്കണേ. ഇനി 2ാമത്തെ ആയത്തിൻ പ്രകാരം സൂറത്തുൽ മആരിജ്, سأل سائل بعذاب واقع
للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة. ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ 50,000 വർഷമത്രേ. 50,000 വർഷമത്രേ. 50,000 സന. ഇതും ഖുർആനാണ്, സൂറത്തുൽ മആരിജ്. അപ്പം എത്രയായി? ആഖിറത്തിൽ ഒരു ദിവസം 1000 വർഷമൊന്നും ഖുർആൻ, ആഖിറത്തിൽ ഒരു ദിവസം 50,000 വർഷമൊന്നും ഖുർആൻ. ഏറ്റവും ചുരുങ്ങിയത് തന്നെ എടുത്തോളി, നമ്മുടെ ഒരു മനസ്സിൻ്റെ സമാധാനത്തിന്. 50,000 വർഷമാണെങ്കിൽ നേരെ പകുതി എത്ര വർഷവും? ഒന്ന് പറ മനുഷ്യന്മാരെ. 25,000 വർഷവും. 25,000 വർഷം എവിടത്തെയാണ്? ദുനിയാവിലെ. ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ 50,000 വർഷമെന്ന് സൂറത്തുൽ മആരിജിലൂടെ പറഞ്ഞതിന് പ്രകാരമാണ് നമ്മൾ പറയുന്നത് ആഖിറത്തിലെ ഒരു ദിവസത്തിൽ നിന്ന് നേരെ പകുതി അര ദിവസം 25,000 വർഷം. അങ്ങനെയെങ്കിൽ അങ്ങനെ 25,000 വർഷം മനുഷ്യൻ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പകച്ചിലാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. എന്നാൽ നീ കുറച്ചെടുത്തോളിൻ. മോമിനല്ലേ, നീ പേടിക്കണ്ട. നിനക്കൊരു പ്രതീക്ഷ കൂടി നൽകട്ടെ, ഒരു പ്രത്യാശ കൂടി. ആഖിറത്തിലെ ഒരു ദിവസം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വഇന്ന യൗമൻ ഇൻദ റബ്ബിക അൽഫി സന. 1000 വർഷം. അതിലെന്തായാലും ചുരുങ്ങൂല. ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷം, അതിൻ്റെ പകുതി എത്രയാണ്? 500 വർഷം. 500 വർഷം. ഏറ്റവും ചുരുങ്ങിയത് 500 വർഷമെങ്കിലും 500 ആം. 500 വർഷമെങ്കിലും മനുഷ്യൻ വിചാരണയ്ക്ക് വേണ്ടി പണമുള്ളതിൻ്റെ പേരിൽ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ പേടിച്ചുകൊണ്ട് നിലകൊള്ളേണ്ടി നിലവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് നിൽക്കേണ്ടി വരിക? വസ്ഹാബുൽ ജദ്ദി മഹ്ബൂസൂൻ. പണമുള്ള ആളുകളെ തടഞ്ഞു വെക്കപ്പെടുമത്രേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശിക്ഷയുടെ മലക്കുകൾ വന്നിട്ട് പണമുള്ള ആളുകളെ തടഞ്ഞു വെക്കുക. അവിടെ നിൽക്ക്. ഇപ്പുറത്തോട്ട് കിടക്കണമെങ്കിൽ നിനക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയണം. നീ ഈ സമ്പത്ത് നീ എവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടി, എവിടെ നിന്നാണ് ഒരുമിച്ച് കൂട്ടിയത്, എവിടേക്കാണ് നീ ചെലവഴിച്ചത്, എല്ലാം പറയണം. എന്നിട്ട് ഇപ്പുറത്തോട്ട് കിടക്കാൻ പറ്റുള്ളൂ. വിചാരണ. അല്ല മഹ്ശറ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതി എന്താ കരിച്ചോ നോമ്പിടിച്ചോ വെക്കാത്ത കൊടുത്തോ, ഇത് മാത്രമല്ല. ഇത് മാത്രമല്ല എല്ലാ കാര്യവും ചോദിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ കൊമ്പുള്ള ഒരു ആട് കൊമ്പില്ലാത്തതാകുന്ന ഒരു ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിനെയും കൊമ്പുള്ള ആടിനെയും കൊണ്ടുവന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ നിർത്തിയിട്ട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയത് എന്തിൻ്റെ പേരിലാണ് എന്ന് പോലും വിചാരണ നാളെ മഹ്ശറയിൽ കഴിയാതെ കടക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അത്രത്തോളം വിചാരണ, വല്ലാത്ത വിചാരണയാണ് അവിടെ. ദുനിയാവിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഒന്ന് കുത്തി. നാളെ മഹ്ശറയിലെത്തുമ്പോൾ എന്തിനു വേണ്ടി കുത്തി എന്നുള്ളത് ചോദിക്കും. എന്തിനു വേണ്ടി കുത്തി? അതുപോലും പടച്ച റബ്ബിൻ്റെ കോടതിയിലുണ്ട്. ഇതൊരു നിസ്സാരപ്പെട്ട വിഷയമല്ല. അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ടമാണ്. എവിടെയാണ് നമ്മളെ കൊണ്ടുപോയി നിർത്തുക? മഹ്ശറയിൽ. എവിടെയാ മനുഷ്യൻ 500 വർഷം നിൽക്കേണ്ടി വരിക? കത്തിജ്വലിക്കുന്നതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിയിട്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ സാക്ഷിപത്രമാക്കി നിർത്തുകയാണ്. ദുനിയാവിൽ നമ്മൾ എത്ര കൊല്ലം ജീവിക്കാൻ തുടങ്ങിയത്? ദുനിയാവിൽ നമ്മൾ ജീവിച്ചിട്ട് 15, 20, 35, 45, 50, 60 വേണ്ട 100 വയസ്സുവരെ ജീവിച്ചെന്നിരിക്കും. 100 വയസ്സുവരെ നമുക്ക് ദുനിയാവിൽ പരിചയമുള്ളൂ, അല്ലേ? എന്നാൽ ആഖിറത്തിൽ നമ്മൾ നിൽക്കേണ്ടി വരിക ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ 50, 60 വയസ്സ് കാലഘട്ട ജീവിതത്തിൽ നീ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് അധികരിച്ചതിൻ്റെ പേരിൽ ദുനിയാവിലെ തന്നെ 500 വർഷത്തോളം പടച്ച റബ്ബിൻ്റെ കോടതിയിൽ പടപ്പുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ദർബാറിൽ വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഒരു ബോധ്യം നിൻ്റെ മനസ്സിലേക്കുണ്ടായിക്കൊള്ളട്ടെ. അപ്പോഴേ നിനക്ക് സമ്പത്ത് കുറയ്ക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ. ഉള്ളത് തന്നെ ഹലാലാക്കാനും നിൻ്റെ മനസ്സ് ഉണ്ടാവുകയുള്ളൂ.
ഉള്ളത് തന്നെ ഹലാലാക്കാനുള്ള മനസ്സ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ തുറന്നടിച്ച് പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ബന്ധപ്പെട്ടത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കൂടുതലായി പരാമർശിക്കുന്നില്ല. നമ്മുടെ ജീവിതം ഇന്ന് വല്ലാതെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം വല്ലാതെ താറുമാറായിക്കൊണ്ടിരിക്കാൻ പുരുഷന്മാരവരുടെ കണ്ണുകൾ കൊണ്ട് ചെയ്യുന്നതാകുന്ന പ്രവർത്തനങ്ങൾ പോലും ഹറാമിൻ്റെ തലത്തിലേക്ക് എത്തിയിരിക്കാൻ. പഠിക്കാൻ പോകുന്ന കുട്ടികൾ ക്യാമ്പസുകളിലേക്ക് കൃത്യമായിട്ട് പോകാനുള്ള കാരണം തന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ശരീരത്തിൻ്റെ ആകാര സൗഷ്ഠവം ഒപ്പിയെടുക്കണമെന്നുള്ള താല്പര്യത്തിൻ്റെ പുറത്താണ്. ആ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ പൊക്കിൾ കുഴിയും അടിവയറണം കാണണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ടീച്ചറെ കാണാൻ വേണ്ടി കൃത്യമായിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നതാകുന്ന മക്കൾ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് യാഥാർത്ഥ്യമാണ്. ചെറുപ്പക്കാർക്കറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അഥവാ കണ്ണുകൊണ്ട് മനുഷ്യൻ ഹറാമ് ചെയ്യുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ സ്കൂൾ പുസ്തകമൊക്കെ എടുത്ത് അവൻ്റെ ബാഗിലേക്ക് വെച്ച് ഉമ്മയുടെ കയ്യിൽ നിന്ന് ടിഫിൻ ബോക്സും ഒക്കെ വാങ്ങി നേരത്തെ തന്നെ സ്കൂളിലേക്ക് പുറപ്പെടുന്ന സഹോദരൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ സ്കൂൾ വരാന്തയിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ചിത്രമാണ്. സ്കൂളിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ഹൃദയം കവരാനാണ് ഇവൻ നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് വാപ്പ അറിയുന്നില്ല. ഒരുപക്ഷെ അറിഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ഉപ്പമാരുള്ള സമയം അല്ലേ? എവിടെ എത്തിപ്പോയി മനുഷ്യൻ? കണ്ണുകൊണ്ട് പോലും ഹറാമുകൾ എത്തിപ്പെടുന്നു. ഒരു വിഷയമില്ല മനുഷ്യന്, കണ്ണുകൊണ്ട് മനുഷ്യൻ ഹറാമ് ചെയ്യുന്നു. കാരണം എന്താ? ഇതൊക്കെ കാര്യമൊന്നുമല്ല, സമ്പത്ത് കുമിഞ്ഞുകൂടിയത് കൊണ്ടാണ്. സമ്പത്ത് മനുഷ്യന് കുമിഞ്ഞുകൂടിയത് കൊണ്ടാണ്. ഇക്കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയതാകുന്ന സിനിമാ നടൻ കലാഭവമണി അവൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ചരിത്രം എഴുതി വെക്കുന്നു പത്രമാധ്യമങ്ങളിലൂടെ. FBയിൽ തന്നെ ഫേസ്ബുക്കിൽ തന്നെ മമ്മൂക്ക തന്നെ സിനിമാ നടൻ മമ്മൂട്ടി പോലും പോസ്റ്റ് ചെയ്തു പോയത് മാങ്കോസ്റ്റുമായിട്ട് കടന്നു വന്നിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എനിക്കിത് കാണാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെട്ടു സർവ്വ സിനിമാ നടന്മാരും നടിമാരും. ഞാനിത് പറയുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. കാരണം പട്ടിണി കടന്നിരുന്ന സമയത്ത് നാദർഷാ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്കെങ്ങനെയെങ്കിലും ഒരു സിനിമയിലേക്ക് മിമിക്രിയിലൂടെ ഒരു ചാൻസ് ഒപ്പിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിരുന്ന ഒരു കാലഘട്ടം അവൻ്റെ മുന്നിലുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് മനുഷ്യരാകുന്ന നമ്മളെ പടച്ചപ്പോൾ ഉമ്മയുടെ ഉദരത്തിലൂടെ ഈ ബർഹത്തായ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നപ്പോൾ നമുക്കിന്ന് സമ്പത്തിനൊരു കുറവുമില്ല, ഒരു കുറവില്ല. മറ്റൊരാളുടെ മുന്നിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് ഒരവസ്ഥയില്ല. അൽഹംദുലില്ലാഹ് എന്ന് 1000 വട്ടം പറയാം. സമ്പത്ത് കൂടിയതിൻ്റെ പേരിൽ മനുഷ്യൻ ഇന്ന് നമസ്കരിക്കാൻ വരുന്നില്ല, പള്ളി മറക്കുകയാണ്. സമ്പത്ത് കിട്ടാതിരിക്കുമ്പോൾ പട്ടിണി കിടക്കുമ്പോൾ കൃത്യമായി അവൻ പള്ളി വരും, ഉറപ്പാണ്. അള്ളാഹനെ ഓർക്കും, അപ്പോഴേ അവൻ റബ്ബിൻ്റെ മുന്നിൽ വരുള്ളൂ. കച്ചവടം ഒന്ന് താറുമാറാകട്ടെ, അവൻ്റെ ബിസിനസ് ശൃംഖലയൊന്ന് ഉടയട്ടെ, പള്ളിയിലേക്ക് കൃത്യമായിട്ട് കടന്നു വരും, ഉറപ്പാണ്. അല്ലേ? നമ്മളൊക്കെ ഇപ്പോഴും മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാൻ എന്നുള്ള കാരണം എന്താ? സുഖജീവിതം കൊണ്ടാണ്. സുഖജീവിതം നമ്മൾ പറയും, ഉസ്താദെ 3 മണിയായി വന്നപ്പോൾ ഇന്നലെ 3 മണിക്കാണ് കടയടച്ചത്, 2 മണിക്കാണ് എൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞത്, അങ്ങനെ ഞാൻ ക്ഷീണം കൊണ്ട് ഇന്ന് സുബഹിക്ക് വരാൻ പറ്റിയിട്ടില്ല. സത്യത്തിൽ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, നിനക്ക് ക്ഷീണം വന്നത് റബ്ബിനെ ഇബാദത്ത് ചെയ്തതിൻ്റെ പേരിലാണോ? അല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവാകുന്ന ജീവിതം നിനക്ക് സന്തോഷകരമാക്കി 2 മണി വരെ കട തുറന്ന് വെച്ചുകൊണ്ട് കടയിലേക്ക് ആൾ വരാനുള്ള, കസ്റ്റമർ വരാനുള്ള തരത്തിലേക്ക് നിന്റെ കടയുടെ കച്ചവട തരംഗങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് റബ്ബാണ്. ആ റബ്ബിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്തതിന്റെ പേരിലല്ല നിനക്ക് ക്ഷീണം വന്നത്, മറിച്ച് നിനക്ക് ക്ഷീണം സംഭവിച്ചത് ദുനിയാവ് സമ്പാദിക്കുന്നതിന്റെ പേരിലാ. അവിടെയാണ് മനുഷ്യൻ തെറ്റുപറ്റി പോയത്, അവിടെയാണ് മനുഷ്യൻ ചിന്തിക്കാതെ പോകുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ക്ഷീണം സംഭവിച്ച രാവുകൾ നമുക്ക് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു രാവ് സത്യത്തിലില്ല. പരിശുദ്ധമാകുന്ന റമദാന്റെ പവിത്രമാകുന്ന 27-ാം രാവ് പോലും സുന്ദരമാകുന്ന ബിരിയാണി തിന്നിട്ടും സുന്ദരമാകുന്ന ഭക്ഷണം കഴിച്ചിട്ടും സുന്ദരമാകുന്ന നോമ്പ് തുറക്കലുമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ കടന്നു വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ പോകരുത്. ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ക്ഷീണം സംഭവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹാബത്തെ കിറാം ചെയ്തതുപോലെയുള്ള ത്യാഗോജ്ജലമാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കലും തന്നെ പോയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് നമ്മുടെ കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ കാതുകളെ നമ്മൾ ഹറാമിൽ നിന്ന് സൂക്ഷിക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ കൈകാലുകളെ മോശപ്പെട്ടതാകുന്ന ചിന്തയിലേക്ക്, മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് കൊണ്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യനാണ്. മഹാനവരുകൾ അവിടുന്ന് ഒരു മരണ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ
സുബ്ഹാനല്ലാഹ്, ആ മരണ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൂടെ വന്നതാകുന്ന സഹോദരൻ അടുക്കളയിലുള്ള സ്ത്രീകളിലേക്ക് അവൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നതായിട്ട് മഹാനവറുകൾ കാണുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അടുക്കളയിലേക്ക് മരണ വീട്ടിൽ വന്നിരിക്കുകയാണ്. മരിച്ച വീട്ടിലാണ് വന്നത്. മരണ വീട്ടിൽ വന്നിട്ട് ആ മരിച്ചതാകുന്ന മയ്യത്ത് കാണാനോ അല്ലെങ്കിൽ അതിനോടനുബന്ധമാകുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടാനോ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ വന്നതല്ല. വന്നിട്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അടുക്കളയിലുള്ള പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് നോക്കുന്നത് കണ്ടുപിടിച്ച ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ലൗ അൻഫഖത ഐനൈക ഖൈറുൽ ലക മിൻ അൻ തൻദുറ ഇലൈഹാ. നിന്റെ 2 കണ്ണുകൾ കുത്തി പൊട്ടിക്കനാണ് നിനക്ക് ഏറ്റവും അത്യുത്തമം, നീ അവളിലേക്ക് നോക്കിക്കൊണ്ട് നിന്റെ സമയം ചെലവഴിക്കുന്നതിനേക്കാളെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇന്ന് മരണ വീടുകൾ അത്തരത്തിലെത്തിപ്പെട്ടില്ലേ? സത്യത്തിൽ ഇന്ന് മരണ വീടുകൾ അത്തരത്തിലെത്തിപ്പെട്ടില്ലേ? മരിച്ച വീട്ടിലാകട്ടെ, കല്യാണ വീട്ടിലാകട്ടെ, ഏത് സ്ഥലത്തേക്കാകട്ടെ, അന്യ പെണ്ണുങ്ങളെ കാണണമെന്നുള്ള ആശ വെച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന ചെറുപ്പക്കാരിലെ, അന്യ യുവാക്കളെ കാണണമെന്നുള്ള ആശ വെച്ചുകൊണ്ട് കടന്നു ചെല്ലുന്നതാകുന്ന യുവതികളില്ലേ, എവിടെയാണ് ഇന്ന് മനുഷ്യരെത്തിപ്പെട്ടിരിക്കുന്നത്? തൻ്റെ പഠിപ്പിക്കുന്നതാകുന്ന ടീച്ചറെ കാണാൻ വേണ്ടി ക്യാമ്പസുകളിലേക്ക് പോകുന്ന മക്കളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതിന്ന് മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ശരീരത്തിലേക്ക് അവരുടെ കണ്ണിൽ പോലും കാമം കാണാൻ വേണ്ടി കാത്തുകെട്ടിക്കൊണ്ട് അതിനുവേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ മടിയില്ലാത്ത മക്കളുള്ളതാകുന്ന ഈ കാലഘട്ടത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാകുന്ന ഒരൊറ്റ ഹദീസ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിഞ്ഞു വെക്കൽ അനിവാര്യമാണ്. ഹറാമാകുന്ന ഒരൊറ്റ നോട്ടം കൊണ്ട് മനുഷ്യൻ എവിടെയാണ് എത്തിച്ചേരുക? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ ഓർമ്മപ്പെടുത്താൻ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ നളറ ഇല ഇംറഅ നളറത ഹറാം ഹസല്ലാഹു ഐനൈഹി ബിമസാമീരിൻ മിൻ നാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാ, സഹാബത്തെ, എൻ്റെ പ്രിയപ്പെട്ട സഹാബത്തെ, മൻ നളറ ഇല ഇംറഅ നളറത ഹറാം. ഹറാമായ ഒരു നോട്ടമെങ്ങാണം ഒരു ചെറുപ്പക്കാരൻ അന്യ പെണ്ണിനെ നോക്കിയാൽ, അന്യരാകുന്ന പുരുഷന്മാരെ ഒരു പെണ്ണ് ഹറാമായ നോട്ടം നോക്കിയാൽ, വിചാരത്തോടുകൂടി കല്യാണ വീട്ടിലാകട്ടെ, മരണ വീട്ടിലാകട്ടെ, അതിന് വേണ്ടി കടന്നു വന്നപ്പോഴാകട്ടെ, പർച്ചേസിന് വേണ്ടി ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയപ്പോഴാകട്ടെ, ജ്വല്ലറികൾ പോയി സ്വർണം മാറിയെടുക്കാൻ പോയപ്പോഴാകട്ടെ, അങ്ങാടിയിലേക്ക് കടന്നു ചെന്നപ്പോഴാകട്ടെ, ഏത് സമയത്തായാലും ഏത് സന്ദർഭത്തിലായാലും നിന്റെ ഒരു നോട്ടമുണ്ടല്ലോ, ഹറാമായ നോട്ടമുണ്ടല്ലോ. ഹസല്ലാഹു ഐനൈഹി ബിമസാമീരിൻ മിൻ നാർ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, അവന്റെ 2 കണ്ണുകളും സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ തീച്ചൂളയിൽ വെച്ചുകൊണ്ട് പഴിപ്പിച്ചെടുത്തതായ ആണി കൊണ്ടുവന്നിട്ട് സുറുമയിട്ട് കൊടുക്കുമത്രേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. അന്യ പെണ്ണിനെ കാണാൻ വേണ്ടി കണ്ണില് സുറുമ എഴുതിയിട്ട് നേരം വെളുത്തിൽ എക്സ് സോപ്പിട്ട് കുളിച്ചുകൊണ്ട് സുന്ദരനായി ഫോഗിന്റെ അത്തറും അടിച്ചുകൊണ്ട് സ്പ്രേയും അടിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ചെറുപ്പക്കാരാ, ബുള്ളത്തിൽ കയറി കയറപ്പെട്ട് 6 പാക്ക് കാണിച്ചുകൊണ്ട് കവലുകൾ പോയി നിന്നുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവും നോക്കിക്കൊണ്ട് വെള്ളമിറക്കുന്ന യുവാക്കളെ, അന്യ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ലക്ഷ്യം വെക്കുന്നതായ സോദരാ,
ആ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതില്ല. ആ പെണ്ണിനെ ഒറ്റവട്ടം നോക്കിയാൽ മതി. ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ നിന്റെ കണ്ണുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹശല്ലാഹു ഐനൈ ബിമസാമീരിൻ മിന്നാർ, നരകത്തിലിട്ടുകൊണ്ട് പഴിപ്പിച്ചതായ, തീരിട്ടുകൊണ്ട് ചൂടാക്കിയതായ മോശപ്പെട്ടതാകുന്ന ആണിയുണ്ടല്ലോ, ആ ആണി കൊണ്ടുവന്ന കണ്ണിൽ സുറുമയിടുമെന്ന് നബിയോനാ റസൂലുള്ളാഹി. അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട കരുമക്കാട് ദേശത്തുള്ള യുവാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ഈ ദുന്യാവാകുന്ന ജീവിതമുണ്ടല്ലോ, കുറഞ്ഞ കാലഘട്ട ജീവിതമല്ലയോ. അമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, എന്റെ സമുദായത്തിന്റെ ആയസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതായ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതമുണ്ടല്ലോ, ഈ കുറഞ്ഞ സമയമുണ്ടല്ലോ, ഇബാദത്ത് ചെയ്തുകൊണ്ട് റബ്ബിനെ മറക്കാതെ, നമസ്കരിച്ചുകൊണ്ട്, നോമ്പ് പിടിച്ചുകൊണ്ട്, സകാത്ത് കൊടുത്തുകൊണ്ട്, സമ്പത്തുണ്ടെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട്, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി, ഉപ്പയ്ക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ. നിന്റെ ജീവിതം നീ താറുമാകാക്കല്ലേ, നിന്റെ ജീവിതം നീ നശിപ്പിക്കല്ലേ. മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് സമ്പത്തിനെ കൊണ്ടുപോകരുതേ, കൊണ്ടുപോകരുതേ. സമ്പത്ത് കൊണ്ടുപോയിട്ട് അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് പിടിക്കാൻ നീ ആഗ്രഹം ജനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തിയില്ലയോ, അന്നമൻ വളയദഹു അലംറാ ലാ തഹില്ലു ലഹു, അനുവദിക്കപ്പെടാത്ത മാർഗത്തിലൂടെ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കൈവച്ച് കഴിഞ്ഞാൽ അത് കരുമക്കാട് നിന്ന് ബസ് കയറിയിട്ട് കാക്കനാടിലേക്ക് യാത്ര ചെയ്യുന്നവനാകട്ടെ, ഇവിടെ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് എറണാകുളത്തിലേക്ക് പോകുമ്പോഴാകട്ടെ, യാത്ര ചെയ്യുന്ന വേളയിൽ സുന്ദരിയാകുന്ന സുമുഖിയാകുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈയൊന്ന് പിടിക്കാൻ, കൈകൊണ്ടെന്ന് തലോടാൻ നിന്റെ മനസ്സൊന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, അന്നമൻ വളയദഹു അലംറാ ലാ തഹില്ലു ലഹു, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണിനെ, അവന്റെ പ്രിയപ്പെട്ട ഉമ്മയല്ലാത്ത ഏതെങ്കിലും ഒരു പെണ്ണിനെ ഹറാമോടുകൂടി അവൻ കയ്യിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവൻ എത്തുമത്രേ. വയദുഹു മഗ്ലൂലത്തുൻ ഇലാ ഉൻഖിഹി, അവന്റെ രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ചുകൊണ്ട്, ചേർത്ത് വെച്ചുകൊണ്ടാണ് മഹ്ശറിലേക്ക് അവൻ കടന്നു വരുന്നത്, മഹ്ശറിലേക്ക് അവനെ തെളിക്കപ്പെടുന്നത്. വല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയുകയാണ്, ഫൈൻ ഖബ്ബലഹാ, ആ പെണ്ണിന്റെ ശരീരത്തിലെങ്ങാണം അവൻ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ അതരത്തിലാകട്ടെ, അവളുടെ സുന്ദരമാകുന്ന കവിൾത്തടത്തിലാകട്ടെ, നെറ്റിത്തടത്തിലാകട്ടെ, അവരുടെ കൈവെള്ളയിലാകട്ടെ, ഏതെങ്കിലും അവയവത്തിൽ അന്യാകുന്ന പെണ്ണിനെ ചെറുപ്പക്കാരാ നീ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ, ഖുരിളത്ത് ശഫതാഹു ബിമിഖറളിന്നാർ, നരകത്തിലിട്ടുകൊണ്ട് പഴിപ്പിച്ചതാകുന്ന, ചൂടാക്കിയതാകുന്ന കത്രിക കൊണ്ട് അവന്റെ ചുണ്ടുകളെ അറുത്തു മുറിച്ചു മാറ്റുമത്രേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫയസനാഹ
ഫൈൻ സനാഹാ, ആ പെണ്ണിനെ അങ്ങാണം അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന കാമുകിയെ വശംവതയാക്കിയിട്ട് പലവട്ടം ചോക്രയിലൂടെ സംസാരിച്ചിട്ട് ആ പെണ്ണിനവൻ വശീകരിച്ചിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് വാപ്പറിയാതെ ഉമ്മ അറിയാതെ കുടുംബങ്ങളറിയാതെ നാട്ടുകാരറിയാതെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് നിർബന്ധം ചൊലുത്തിയതിൻ്റെ പേരിൽ കരുമക്കാട് ദേശത്തുള്ള പാവപ്പെട്ട പെണ്ണ് വീടിൻ്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട കാമുകന് വേണ്ടി മലർത്തെ തുറന്നിട്ടിരിക്കുകയാണ്. അവന് വേണ്ടി തുറന്നിട്ട് കൊടുത്ത കതകിലൂടെ അവരുടെ കിടക്കയിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ ശരീരത്തെ നശിപ്പിക്കാൻ അവൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഫൈൻ സനാഹാ, ആ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ അവൻ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ തശഹദു അദുമു ഫഖദിഹിൽ യുസ്റാ, അള്ളാന്റെ കോടതിയിലേക്ക് അവൻ്റെ ഇടതുകാലിൻ്റെ തുടയല്ലി എണീറ്റി നിന്നുകൊണ്ട് റബ്ബിനോട് പറയുമത്രേ, അല്ലാ അല്ലാ, ഇന്നാലിന്ന പെണ്ണുമായിട്ട് ഇവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലാ, എൻ്റെ അവളിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വാദിൻ്റെ മജ്‌ലിസ് പിന്തിരിയുന്നതിന് മുമ്പ് നീ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ, വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, ഹറാം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തു മടങ്ങണേ, തൗബ ചെയ്തു മടങ്ങണേ. ഈ രാവങ്ങ് പിന്തിരിഞ്ഞാൽ, നിനക്ക് സക്കറാത്തിന്റെ ഹാലങ്ങെത്തിയാൽ തൗബയില്ല, തൗബയില്ല. രണ്ട് അവസ്ഥയ്ക്ക് മുമ്പ് തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന്, നിന്റെ സക്കറാത്തിന്റെ ഹാലാട് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് തൊണ്ടക്കുഴിയിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന സമയത്തിനു മുമ്പ് തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. രണ്ടാമത്തത്, സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൻ്റെ പ്രഥമ ഊത്തുമായി കടന്നു വരുമ്പോഴാണ്. ഈ രണ്ട് സമയങ്ങളും നമുക്ക് അറിയാൻ പറ്റാത്ത സമയമാണ്, അറിവില്ലാത്ത സമയമാ. അതുകൊണ്ട് തൗബയെ പിന്തിപ്പിക്കരുതേ, തൗബയെ പിന്തിപ്പിക്കരുതേ. പടച്ച റബ്ബേ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി, ഇന്ന പെണ്ണുമായി കടക്കണ്ണെറിഞ്ഞു പോയി, ഇന്ന പെണ്ണുമായി വാട്സാപ്പിലൂടെ സംസാരിച്ചു പോയി, ടോക്രയിലൂടെ സംസാരിച്ചു പോയി, പലവട്ടം ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് നടത്തിപ്പോയി, അവരുടെ ശരീരം ഞാൻ ചീറ്റിങ്ങിലാക്കി. റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പൊറുക്കലിനെ തേടണേ ചെറുപ്പക്കാരാ. ഇല്ലെങ്കിൽ അപകടമാണ്. നീ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ തശഹദു അദുമു ഫഖദിഹിൽ യുസ്റാ. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ മലക്കുകളും അമ്പിയാക്കളും സർവ്വ മനുഷ്യരും ഒന്നടങ്കം കാത്തു നിൽക്കുന്നതായ മഹശറാവൻ സഭയിൽ വെച്ചുകൊണ്ട് നിന്റെ ഇടതുകാലിൻ്റെ തുടയല് നിനക്കെതിരായി വിചാരണ പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ കാലുകൾ നമുക്കെതിരായിട്ട് സാക്ഷി നിൽക്കും. മനുഷ്യൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ വലത് കാല് വിളിച്ചു പറയും അത്രേ നബിയുനാ റസൂലുള്ളാഹി. വലത് കാലിൻ്റെ തുടയല്ല്, തുടയോട് ചേർന്ന് നിൽക്കുന്ന ഈ എല്ല്, തുടയല്ല്, ഈ എല്ല് വിളിച്ചു പറയും. നമ്മളിത് എപ്പോഴാണ് കണ്ടിട്ടുള്ളത്? ബീഫ് വാങ്ങാൻ പോയപ്പോൾ, ഇറച്ചി വാങ്ങാൻ പോയപ്പോൾ ആ തുടയല്ലിൽ നിന്ന് ചെത്തിയെടുക്കണം. അപ്പോഴാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. പോത്തിൻ്റെ തുടയല്ലിലേക്കാണ് നമ്മുടെ തോട്ടം, അല്ലേ? എന്നാൽ ഈ തുടയല്ല്, മനുഷ്യൻ്റെ തുടയല്ല്, പടച്ച റബ്ബിൻ്റെ ദർബാറിൽ അള്ളാൻ്റെ കോടതിയിലെത്തുമ്പോൾ അവനെതിരായിട്ട് സാക്ഷി നിൽക്കും. അവൻ അനുകൂലമായി വലതുകാലിൻ്റെ തുടയല്ല് സാക്ഷി നിൽക്കുമ്പോൾ ഇടതുകാലിൻ്റെ തുടയല്ല് അവരെതിരായി സാക്ഷി നിൽക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ ഓതുന്ന സൂറത്ത് യാസീൻ, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ മഹ്ശറയിൽ അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിൻ്റെ ദർബാറിലെത്തുമ്പോൾ അവൻ്റെ വായകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സീല് വെക്കും. മനുഷ്യന് സംസാരിക്കാൻ കഴിവില്ല. നമ്മുടെ നാവുകൾക്ക് അല്ലാഹു സീല് വെക്കും. ഇന്ന് ഈ സംസാരശേഷി നൽകിയത് റബ്ബാണ്. നാവ് ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ നാവ് എന്താ? ഒന്ന് പുറത്തോട്ടെടുത്ത് നോക്കി, എന്താ ഉള്ളത്? ഒന്നുമില്ല.
ഈ നാവിന് സംസാരശേഷി റബ്ബാണ് കൊടുത്തിട്ടുള്ളത്. ഈ നാവിൻ്റെ സംസാരശേഷി പടച്ച റബ്ബങ്ങ് അടച്ചു കളഞ്ഞിട്ട് വതുകല്ലിമുന അയ്ദീഹിം, അവൻ്റെ കൈകൾ റബ്ബിനോട് സംസാരിക്കുകയാണ്. അള്ളാഹു പറയുന്നു വതുകല്ലിമുന അയ്ദീഹിം, നമ്മളോട് സംസാരിക്കുന്നു അവരുടെ കരങ്ങളാണ്. കൈ സംസാരിക്കും. കൈയാണ് മനുഷ്യനോട് എണീറ്റ് നിന്നിട്ട് പറയുക, പടച്ച റബ്ബേ, ഇവൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഇവൻ വിചരിച്ചിട്ടുണ്ട്, ഇവൻ ഹറാമ് ചെയ്തിട്ടുണ്ട്. കൈ തന്നെ റബ്ബിനോട് പറയും, പടച്ച റബ്ബേ, ഇവൻ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൈ വിളിച്ച് പറയുക. അപ്പം ഈ കൈ കൊണ്ട് ഹറാമ് ചെയ്തിട്ടുള്ളവൻ, കൈ കൊണ്ട് ഹറാമ് ചെയ്തിട്ടുള്ളവൻ, ഏറ്റവും കൂടുതൽ ഹറാമ് ചെയ്യുന്നത് മനുഷ്യൻ അവൻ്റെ കൈ കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എന്താ? മൊബൈൽ ഫോണിലാണ്. കല്യാണ വീട്ടിൽ ചെന്നാലും മരണ വീട്ടിൽ ചെന്നാലും യാസീനൊന്നും വരില്ല. എല്ലാവരും മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ടിരിക്കുക. മരിച്ച വീട് പോലെയായി കല്യാണ വീട് പോലും. എന്താ കാര്യം? എല്ലാവരും മൊബൈൽ ഫോണിലോട്ടാണ്. എല്ലാവരും ഫേസ്ബുക്കിൽ, എല്ലാവരും വാട്സാപ്പിൽ, എല്ലാവരും തിരക്കിൽ. ഒരു വീട്ടിൽ തന്നെ സർവ്വ ആളുകളും ഒരുമിച്ച് കൂടുമ്പോൾ അവരൊക്കെ മൊബൈൽ ഫോണിൽ, എല്ലാവരും മൊബൈൽ ഫോണിൽ. ഒരു 10 മിനിറ്റ് സമയം പോലും ഇപ്പോൾ വാത് കഴിഞ്ഞു, വാതിൻ്റെ സമയത്തായിരിക്കും ചിലപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവുക. വാത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? നെറ്റ് ഓണാക്കുക, വാട്സാപ്പ് ഒന്ന് ഓണാക്കുക, വന്നിട്ടുള്ള മെസ്സേജുകളൊക്കെ ഒന്ന് ഒരു വട്ടം വായിച്ചു നോക്കുക. അല്ലേ? ഇങ്ങനെയായി മനുഷ്യൻ. നിസ്കരിക്കുന്നതിന് മുമ്പ് നെറ്റ് ഓൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും സിനിമ ഡൗൺലോഡ് ചെയ്യാൻ വെക്കുക. കാര്യം കഴിയുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ ജുമ കഴിയുമ്പോൾ 2-3 സിനിമ റാഹത്തായി നിലയിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ചെറുപ്പക്കാർ. നിസ്കരിക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരൻ ആ നിസ്കരിക്കാൻ വന്ന സമയത്ത് എക്സെൻഡർ വഴി വേഗം തന്നെ, അതാകുമ്പോൾ വേഗം തന്നെ 10-30 വേഗം സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും റാഹത്തായി. പള്ളിയിൽ ചെറുപ്പക്കാർ കാണിക്കുന്നതാകുന്ന ധാർമ്മികതയായി ഇത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെയാണ് ധാർമ്മിക ഉത്തരവാദിത്വം എന്നാണ് അവൻ മനസ്സിലാക്കിയത്. പള്ളിയിൽ വരൂല, ഒരൊറ്റ നമസ്കാരം പോലുമില്ല. അവസാനവും പള്ളിയിലേക്ക് കടന്നു വന്നത് ജുമഅയ്ക്കാൻ. ആ പരിശുദ്ധമാക്കപ്പെട്ട ജുമഅയുടെ പവിത്രത പോലും നഷ്ടപ്പെടുത്തി കളയല്ലേ. താഴെ നിന്നുകൊണ്ട് ഇമാം ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ, ഭയപ്പെടണേ, പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് 15,15,15,000 കിലോമീറ്ററുകളിൽ നിന്നുകൊണ്ട് തീതിപ്പുന്ന സൂര്യൻ നിന്റെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഘട്ടത്തെ നീ പേടിക്കണേ, പേടിക്കണേ എന്ന് പറയുമ്പോ ആ പള്ളിയുടെ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ചെറുപ്പക്കാരൻ എക്സെൻഡർ വഴി മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലൂടൂത്തിലൂടെ ഏതെങ്കിലും സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഫോട്ടോകൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ അവന്റെ മനസ്സെങ്ങനെയാ തയ്യാറായത്? അവന്റെ മനസ്സിൽ പേടിയില്ലാതെ പോയിരിക്കാൻ. ഇമാം പറയുന്നതിന്റെ അർത്ഥം അറിയുന്നില്ല. ഇത്തഖുല്ലാ, 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 എന്തെത്തഖുല്ലാ. മനുഷ്യൻ എവിടെ എത്തിയിരിക്കുന്നു? അവന്റെ ധാർമ്മികതയുടെ ശോഷണം, അവന്റെ മൂല്യത്തിന്റെ നഷ്ടം, മൂല്യച്യുതി എത്രത്തോളം മനുഷ്യനെത്തിയിരിക്കുന്നു. നമസ്കരിക്കാൻ തന്നെ വരുന്നില്ല. അവസാനം നമസ്കരിക്കാൻ വരുന്ന സമയത്ത് പോലും നെറ്റ് ഓൺ ചെയ്തുകൊണ്ട് നിസ്കാരം കഴിയുമ്പോഴത്തേക്കും വാട്സാപ്പിലേക്ക് വരുന്ന സകല മെസ്സേജുകളും റാഹത്തായ നിലയിൽ എത്തിപ്പെടണം എന്നുള്ള ചിന്തയിലേക്ക് പോലും മാറിയിരിക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണ് എല്ലാ പള്ളിയുടെയും ജനൽ വഴിയും വാതിൽ വഴിയും ഒതുകൊടുത്ത് കയറുന്ന തലത്തിലൊക്കെ എഴുതി. പക്ഷെ സ്വിച്ച് ഓഫ് ചെയ്യുന്നവരാരാ ഉള്ളത്? ഒരു 10 പേരെങ്കിലും ഉണ്ടാവോ സ്വിച്ച് ഓഫ് ചെയ്യുന്നവർ? ആരുമില്ല. എല്ലാവരും ഇപ്പോൾ സൈലൻറ്റ് മോഡിലാണ്. കാരണം എന്താ? ഇവന് വരുന്ന കോൾ അത്രത്തോളം തിരക്ക് ദുനിയാവിന് വേണ്ടി അത്രത്തോളം അവൻ്റെ സമയത്ത് അവൻ ചെലവഴിക്കാൻ. കാരണം കഴിഞ്ഞാൽ ഉടനെ നോക്കണം ആരൊക്കെയാണ് വിളിച്ചത്. ഇമാമുടെ സുബ്ഹാനല്ലാഹ് പറയുന്നത് ഒന്നും ഇവന് ചെല്ലാൻ സമയമില്ല. ഇതിങ്ങനെ എടുത്ത് നോക്കല. എവിടെ എത്തിപ്പോയി മനുഷ്യന്മാർ? ഇമാമ് ദുആ ഇരക്കാൻ, അവന് വേണ്ടി, അവൻ്റെ കുടുംബത്തിന് വേണ്ടി, നാട്ടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ആ പ്രാർത്ഥനയ്ക്ക് പങ്കാളിയാകാൻ അവനില്ല. ഇമാമ് വല്ല സ്ഥലത്തുനിന്ന് വന്നിരിക്കാൻ. ഇമാമ് തിരുവനന്തപുരംകാരനാണ്. നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നാട്ടുകാർക്ക് വേണ്ടി ദുആ ഇരക്കാൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഞാൻ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറയരുത് സാധാരണ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാന്ന്. അങ്ങനെയൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇമാമ് കാസർഗോഡുകാരക്കാൻ ഇവിടെ വന്നിട്ട് അദ്ദേഹം ദുആ ഇരക്കാണ്. പടച്ച റബ്ബേ, ഈ നാട്ടിൽ ബറക്കത്തുണ്ടാവണേ, ഐശ്വര്യമുണ്ടാവണേ എന്ന് ദുആ ചെയ്യുമ്പോൾ നാട്ടിലുള്ളതാകുന്ന ധാർമ്മികതയുള്ള ചെറുപ്പക്കാർ ആമീൻ പറയാനില്ല. അവൻ ഇറങ്ങിപ്പോവാണ്. ഉസ്താദിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി. എവിടെ എത്തി കാലം? ആർക്ക് വേണ്ടി ഉസ്താദ് വാരിച്ചിരിക്കുന്നു? ഈ നാട്ടിൽ ഐശ്വര്യമുണ്ടാവണം, ബറക്കത്തുണ്ടാവണം, റാഹത്തുണ്ടാവണം, ഇവിടുത്തെക്കാരുടെ കച്ചവടത്തിൽ ഐശ്വര്യമുണ്ടാവണം ഒക്കെ ഉസ്താദ് പൊട്ടിക്കരഞ്ഞ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ചൊല്ലിയിട്ട് നല്ലതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പഠിക്കാൻ ഏതാനും കൊച്ചുകുട്ടികൾ, അത് തന്നെ മദ്രസ പഠിക്കുന്ന പിള്ളേരാ. ആ പിള്ളേർ പോയാൽ ഉസ്താദ് തന്നെ കണ്ണൂരിട്ട് മദ്രസ വരുമ്പോൾ നീ എന്താടാ വരാൻ ഹയവാനെ ദ്വാരൊക്കെ ഇല്ല എന്ന് പിടിക്കും. അതുകൊണ്ട് ആ കുട്ടികളോട് പേടിച്ചിരുന്നു എന്ന് മാത്രം. അവരും കുറച്ചും കൂടെ വലുത് മുടിയൊക്കെ ഇച്ചിരി ക്രോപ്പ് ചെയ്ത് റാഹത്തായ നിലയിലെത്തുമ്പോൾ പിന്നെ അവനും ഇങ്ങോട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ ബന്ധപ്പെട്ടത് പറയാനുണ്ട്. കുട്ടികളുടെ മുടി, കുട്ടികളുടെ വസ്ത്രധാരണം, ഇതൊക്കെ എത്രത്തോളം പറയാനുണ്ട്.
ഇതൊക്കെ പറയാനും വിഷയങ്ങൾ നമ്മൾ കടക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംവദിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം അവൻ മരണത്തോടുകൂടി അറിയുക തന്നെ ചെയ്യും. ഖബറിലും അറിയും, മഹ്ശറയിലും അറിയും. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. മഹ്ശറയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി നിർത്തുമ്പോൾ വിചാരണ ഘട്ടത്തിൽ അവൻ്റെ കൈകൾ സംസാരിക്കും, കാലുകൾ അവന് വേണ്ടി സാക്ഷി നിൽക്കും. നന്മ പറയുകയാണെങ്കിൽ വലത് കാലിൻ്റെ തുടയല് പറയും, പടച്ച റബ്ബേ ശരിയാണത്. ഇടത് കൈ സംസാരിക്കുമ്പോൾ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഇടത് കാലിൻ്റെ തുടയല് പറയും, പടച്ച റബ്ബേ ശരിയാണ്. അവൻ ഈ തുടയലിനെ എന്നെ കൊണ്ടുപോയി എന്നെ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചേർത്ത് വെച്ചവരാണ്. അതുകൊണ്ട് അവനെ നീ ശിക്ഷയിൽ അകപ്പെടുത്തണേ എന്ന് അവനെതിരായിട്ട് അവൻ്റെ അവയവങ്ങൾ സാക്ഷി പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഈ വേദി വിടുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കൊരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യത്തെ മറക്കാൻ പറ്റൂല. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി, പടച്ച റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും. 4 കാര്യങ്ങളല്ലേ മഹ്ശറയിൽ ചോദിക്കുക. 4 കാര്യങ്ങളാണ് ആദ്യമായിട്ട് മഹ്ശറയിലേക്ക് കാലെടുത്ത് വെച്ചവനെ ചോദിക്കുക. അതിന് മറുപടി കൊടുക്കാതെ മുന്നോട്ടോ പിൻപോട്ടോ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒന്നും തിരിഞ്ഞു മറിയാൻ പറ്റൂല. നബിയുനാ റസൂലുള്ളാഹി لا تزال قدم عبد حتى يسأل عن 40 عن عمره فيما أفنى وعن شبابه فيما أبلى وعن ماله من أين اكتسبه وفيما أنفقه وماذا عمل فيما علم. ഈ ലോകത്ത് നിന്നുകൊണ്ട് മരണപ്പെട്ടു പോയ ഖബറിലേക്ക് പോയ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ഉയർന്നെഴുന്നേൽപ്പിക്കപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മനുഷ്യനെത്തി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിചാരണ ചെയ്യുന്ന കോലമാണ്. അവന് വേണ്ടി 4 ചോദ്യങ്ങൾ ഉണ്ടാകുമത്രേ. ലാ തസാലു ഖദമ അബ്ദിൻ ഹത്താ യുസഅല അൻ 4. ഈ 4 കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ അവന്റെ വെച്ച കാലൊന്നും മാറ്റാൻ പറ്റൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്നുംരിഹി ഫീമാ ഫനാ. ഒന്നവന് അല്ലാഹു നൽകിയ ആയുസ്സാണ്. അവന്റെ ബാല്യകാലമാകട്ടെ, കൗമാരകാലമാകട്ടെ, അവന്റെ വാർദ്ധക്യ സഹജമാകട്ടെ, എല്ലാ കാലഘട്ടത്തിലും അവന് നൽകിയതാകുന്ന ആയുസ്സാണ്. 50 കഴിഞ്ഞതായ വാക്കളില്ലയോ, ഉപ്പമാരില്ലയോ, ഉമ്മമാരില്ലയോ. 25 കഴിഞ്ഞതാകുന്ന യുവാക്കളില്ലയോ. 15ലേക്ക് എത്തിയ കൗമാര പ്രായക്കാരില്ലയോ. 10ലേക്ക് എത്തിയതാകുന്ന ബാല്യത്തിലുള്ള സഹോദരിമാരില്ലയോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, നിനക്ക് നൽകിയ ആയുസ്സിനെ പറ്റി ടോട്ടൽ ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ ആയുസ്സിൽ ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയമല്ലയോ അവന്റെ യുവത്വ കാലഘട്ടം. ആ യുവത്വ കാലഘട്ടത്തെ പറ്റി എടുത്ത് ചോദിക്കുമത്രേ. നീ യുവത്വ കാലഘട്ടത്തിൽ എത്ര നമസ്കരിച്ചടാ, എത്ര നോമ്പ് പിടിച്ചടാ, എത്ര പാപങ്ങളെ സഹായിച്ചടാ, എത്ര നിരാരംഭർക്ക് അവലംബമായടാ, എത്ര നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തടാ എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കുമ്പോ മറുപടി കൊടുക്കണേ. അതിനു വേണ്ടി ഈ ദുനിയാവിൽ നമസ്കരിക്കാൻ കഴിയണേ. പാവങ്ങളെ സഹായിക്കാൻ, അഗതികളെ സഹായിക്കാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയത്വം കൊടുക്കാൻ ഗൗസിയുടെ പ്രവർത്തകർക്ക് ഒരുപക്ഷെ അള്ളാന്റെ കോടതിയിൽ പറയാൻ സാധിക്കും, അല്ലാ ഞങ്ങളുടെ യുവത്വ കാലഘട്ടത്തിൽ ഞങ്ങൾ ദീനിന് വേണ്ടി ഞങ്ങളുടെ ആരോഗ്യ സമയത്ത് ചെലവഴിച്ചു. അല്ലാ പാവങ്ങളെ
സഹായിക്കാൻ, അഗതികളെ സഹായിക്കാൻ ഞങ്ങളുടെ സമയം ഞങ്ങൾ ചെലവഴിച്ചു. അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, കരുമക്കാട് ദേശത്തൊരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാരോട് കുമ്മനം ഉസ്താദിന് ചോദിക്കാറുള്ളത് യുവത്വ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു എന്ന് അള്ളാഹ് ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ കഴിയുമോ? മറുപടി നൽകാൻ കഴിയുമോ? വൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. നിന്റെ കയ്യിലേക്ക് നീ സ്വരൂപിച്ച ധനവും എവിടെ നീ ചെലവഴിച്ചു എന്നും അള്ളാഹു നിന്നോട് ചോദിക്കുമത്രേ. ഹലാലാണോ ഹറാമാണോ എന്ന് അറിയാതെ നിന്റെ കൈമുതലിലേക്കാക്കിയ സമ്പത്തുണ്ടല്ലോ, എവിടെ നിന്നാണ് അതിൻ്റെ ഇൻകം എന്ന് അള്ളാഹു ചോദിക്കുമത്രേ. ഓരോ സഹോദരങ്ങൾക്ക്, ഓരോരുത്തർക്ക് ലക്ഷക്കണക്കിന് രൂപകൾ വരുമാനമുണ്ടെങ്കിൽ ആ വരുമാനത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ് നീ ഉണ്ടാക്കിയത്, അത് ഹലാലാണോ എന്ന ചോദ്യമുണ്ടാവുമേ. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. ആ സമ്പത്ത് നീ എവിടെ ചെലവഴിച്ചടാ എന്നും അള്ളാഹു നിന്നോട് ചോദിക്കുമേ. എവിടെയൊക്കെയാണ് നീ ചെലവഴിച്ചത് എന്നും അള്ളാഹു നിന്നോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമാദാ അമിൽ വമാദാ അമിൽ ഫീമാ അലിമാ. ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ നീ അറിഞ്ഞതാകുന്ന അറിവുകൾ വെച്ചുകൊണ്ട് നീ എന്താണ് ചെയ്തത് എന്നും അള്ളാഹു നിന്നോട് ചോദിക്കുമത്രേ. ഇൽമിൻ്റെ മജ്‌ലിസിൽ നിന്ന് നേടിയെടുത്ത അറിവുകൾ, മദ്രസയിൽ നിന്ന് നേടിയെടുത്ത അറിവുകൾ ഉസ്താദുമാര് വെള്ളിയാഴ്ച ദിവസവും പ്രസംഗത്തിലൂടെയും വഅദിലൂടെയും നിങ്ങൾക്ക് പറഞ്ഞു നൽകിയ അറിവുകൾ, നിങ്ങൾ വായിച്ചറിഞ്ഞതായ അറിവുകൾ, അതിലൂടെ നേടിയെടുത്തതായ അറിവ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അമലുകൾ ഏതൊക്കെയാണെന്നും ചോദിക്കുമേ. മറുപടി കൊടുക്കാതെ വെച്ച കാലൊന്നും മുമ്പോട്ടോ പിറകോട്ടോ വലത്തോട്ടോ ഇടത്തോട്ടോ മാറ്റാൻ പറ്റൂലയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് പടച്ച റബ്ബിനോട് പറയാൻ സാധിക്കണം, അള്ളാഹുവേ, ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ യുവത്വ കാലഘട്ടത്തിൽ എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ ആയുസ്സിൽ പാവങ്ങളെ സഹായിച്ചു, ഹോസി എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഞാൻ സഹായിച്ചു എന്ന് പറയാൻ സാധിക്കണം. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ.